ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടുവാൻ വലിയവനായ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ മാസങ്ങളൊക്കെയായി നമ്മുടെ എബ്രായ ലേഖനമാണ് നമ്മൾ ഇതുവരെയും നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നെല്ലാം ഏകദേശം അതിനോട് അനുരൂപപ്പെട്ട് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള മറ്റൊരു പുസ്തകത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വരുന്നത്. എബ്രായ ലേഖനം നിങ്ങൾ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞു പോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠനായിട്ട് നമ്മളുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമായിരുന്നു അത്. കൊലോസ്യ ലേഖനവും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെ ആശയങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എബ്രായ ലേഖനം കഴിഞ്ഞിട്ട് ഈ വീണ്ടും കൊലോസ്യ ലേഖനത്തിലേക്ക് വരാനായിട്ട് ഇടയായത്. അതിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളുടെ ഒരു തുടർച്ച, ആ ആശയങ്ങളെ ഒന്നും കൂടെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അപ്രകാരമുള്ള ഒരു സമീപനം നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് കൊലോസ്യ ലേഖനം നമുക്ക് ചിന്തിക്കാം. കൊലോസ്യ ലേഖനം നമുക്കറിയാം, അത് പൗലോസിന്റെ ഒരു ലേഖനമാണ് എന്ന് നമുക്കറിയാം. പൗലോസ് പുതിയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതാണ് പൗലോസ്. നമുക്കത് അറിയാവുന്ന കാര്യങ്ങളാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ ആ പ്രധാനപ്പെട്ട ആ സംഭവങ്ങൾ, അതിൻ്റെ കാലഘട്ടങ്ങൾ ഒന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. AD 33 പൗലോസിന്റെ മാനസാന്തരം സംഭവിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് എതിരായി ഓടിക്കൊണ്ടിരുന്ന പൗലോസ് അവന്റെ ജീവിതത്തിൽ അവനൊരു യൂട്ടേൺ എടുത്തു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ദർശനമായിരുന്നു അത് അവന്റെ ജീവിതത്തെ മാറ്റി. തുടർന്നുള്ള അവന്റെ ജീവിതം വ്യത്യസ്തമുള്ളതായിരുന്നു. അവൻ ഏതിന് വിരുദ്ധമായിട്ട് ഓടിയോ അതിനനുകൂലമായിട്ട് ഓടുന്ന കാഴ്ച നമുക്ക് അതിനുശേഷം കാണുവാൻ സാധിക്കും. അതിനുശേഷം AD 47, 47 മുതൽ 48 വരെ ഈ കാലയളവിലാണ് പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്ര. AD 47 മുതൽ 48 ആ ഒരു കാലഘട്ടം. തുടർന്ന് AD 49 മുതൽ 52 വരെയുള്ള ആ വർഷങ്ങളിലാണ് രണ്ടാം മിഷണറി യാത്രയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പൗലോസിന്റെ 3 മിഷണറി യാത്രകളാണ് ഉള്ളത്. 1, 2 അതിന്റെ കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടു. 47, 48, 49, 52. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും AD 56, 58 ഈ ഒരു കാലയളവിലാണ് പൗലോസിന്റെ 3ാം മിഷണറി യാത്ര നടക്കുന്നത്. അപ്പോൾ ഇപ്രകാരം 3 മിഷണറി യാത്രകളാണ് പൗലോസിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. വീണ്ടും നമ്മൾ 3ാം മിഷണറി യാത്രയ്ക്ക് ശേഷം 58, 60 ഈ കാലയളവിൽ പൗലോസിനെ പിടിച്ച് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ തടങ്കിലാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാനും എന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു. അപ്പോൾ ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവിടെ അവനെ തടങ്കിലാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അവനെ അവിടെ ആക്കിയതിന് ശേഷം ഒരു 2 വർഷക്കാലം അവൻ കൈസരിയയിലുള്ള ആ ഒരു തടങ്കലില് അവൻ പാർക്കുന്നത്. ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ ആക്കിയതിന് ശേഷം അവനെ അവിടെ തടങ്കൽ പാർപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു കാലയളവിൽ പ്രധാനമായിട്ടും 3 പേരുടെ മേൽനോട്ടത്തിലായിരുന്നു പൗലോസ്. ഒന്ന്, യഹൂദയുടെ റോമൻ ഗവർണറായിരുന്ന ഫെലിക്സ് എന്ന് പറയുന്ന വ്യക്തി. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പൗലോസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഫെലിക്സ് മാറി റോമൻ ഗവർണറായിട്ട് പുതിയൊരു ഗവർണറായിട്ട് ഫെസ്തോസ് വന്നു. ഫെലിക്സിന്റെ സ്ഥാനത്ത് പിന്നീടുള്ള മേൽനോട്ടം ഫെസ്തസ് ആണ് അതിന്റെ മേൽനോട്ടം നിർവഹിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായത്തിലും 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവരുടെ മുൻപിലുള്ള വിസ്താരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ 2 പേർ കൂടാതെ ഇവർ റോമൻ ഗവർണർമാരായിരുന്നു. ഇത് കൂടാതെ രാജാവായിരുന്ന, അവരുടെ തദ്ദേശീയ രാജാവായിരുന്ന അഗ്രിപ്പ രണ്ടാമനും അവന്റെ മുൻപിലും പൗലോസിനെ ഹാജരാക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൽ. അപ്പോൾ ഇങ്ങനെ 3-ാം മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസ് അടയ്ക്കപ്പെടുകയാണ്. അവന്റെ സ്വാതന്ത്ര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും അവിടെ നിന്ന് അവൻ കൈസറിനെ അഭയം ചൊല്ലി എന്നുള്ളത് കൊണ്ട് കൈസരിയിൽ നിന്നും അവനെ റോമിലേക്ക് മാറ്റുവാൻ അവൻ കൈസറിനെ അഭയം ചൊല്ലിയതിനാൽ അവനെ അവിടെ നിന്ന് റോമിലേക്ക് മാറ്റി. ആ റോമിലേക്ക് മാറ്റി അവിടെ അവൻ AD 60-62 കാലഘട്ടങ്ങൾ, ഈ കാലഘട്ടം അവൻ വീട്ടുതടങ്കിലായിരുന്നു, റോമിലായിരുന്നു. അത് ഏകദേശം 2 വർഷത്തോളം അവൻ അവിടെ റോമിൽ വീട്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി അവൻ ജീവിച്ചു. മറ്റുള്ളവർക്ക് വന്ന് കാണാനും സംസാരിക്കാനും ഒന്നും തടസ്സങ്ങളില്ലായിരുന്നു, എങ്കിലും അവന് പുറത്തിറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ റോമിൽ വീട്ടുതടങ്കലിൽ അവനിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. കൊലോസ്യ ലേഖനം മാത്രമല്ല, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനങ്ങളെല്ലാം എഴുതപ്പെട്ടത് പൗലോസ് റോമിൽ കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്താണ് ഈ ലേഖനങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. അപ്രകാരം കാരാഗ്രഹ ലേഖനങ്ങൾ അത് 4 ആണ്. അതിൽ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ പൗലോസ് അവന്റെ ജീവിതത്തിന്റെ ഏകദേശം ആ ഒരു അവസാന കാലഘട്ടത്തിൽ അവൻ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ അവൻ എഴുതിയതാണ് ഈ ലേഖനങ്ങൾ. കൊലോസ്യ ലേഖനം അങ്ങനെ ആ കൂട്ടത്തിൽ വരുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. പൗലോസിനെ കൈസരിയയിൽ നിന്നും റോമിലേക്ക് കൊണ്ടുപോയത് അതൊരു സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു. കൈസറിനെ അവൻ അഭയം ചൊല്ലി എന്നുള്ളത് കൊണ്ട് തുടർന്നുള്ള വിസ്താരങ്ങളും വിധികളും എല്ലാം അങ്ങോട്ടേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോയി. കൂടുതലും കടൽ യാത്രയായിരുന്നു, കുറച്ചൊക്കെ കരയിലൂടെയും. കൈസരിയയിൽ നിന്നും സീദോൻ, ക്രേത്ത, മാൾട്ട ഇങ്ങനെയുള്ള ഇടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. കുറച്ചു കാലങ്ങൾ അവർ മാൾട്ടയിൽ താമസിച്ചു. കൊടുങ്കാറ്റുകൾ ഉണ്ടായി, കപ്പൽ തകരപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നു. അങ്ങനെ ദീർഘനാളത്തെ ഏകദേശം 3-4 മാസത്തിന് ശേഷമാണ് അവർ റോമിൽ
എത്തിയത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ യാത്രയും അതിലുണ്ടായ സംഭവങ്ങളും എല്ലാം അതിൽ നന്നായി വിവരിച്ചിട്ടുണ്ട്. ഇത് ലേഖനകർത്താവിനെ കുറിച്ച് ആ ഒരു പശ്ചാത്തലം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ലേഖനം എഴുത്തിന്റെ ശ്രോതാക്കൾ എന്നുള്ളത്, പൗലോസ് ഈ ലേഖനം എഴുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കൊലോസ്യ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അവന്റെ സഭാ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നതാണ് ഈ ലേഖനം എന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന മാപ്പിന്റെ അതിൻ്റെ ഒരു താഴത്തെ ഭാഗങ്ങളിൽ നവോദിക്കയുടെ തൊട്ടടുത്തായിട്ട് കൊലോസ്യ എന്ന് എഴുതിയിട്ടുള്ളത് നമുക്ക് അവിടെ കാണാം. കൊലോസ്യ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ടൗൺ, അതൊരു ഏഷ്യ മൈനറിലെ പട്ടണമായിരുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ ഇന്നത് ടർക്കിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, തുർക്കിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആ ഏഷ്യ മൈനറിലുള്ള ഒരു കൊച്ചു പട്ടണമായിരുന്നു കൊലോസ്യ എന്ന് പറയുന്ന ആ പട്ടണം. ഒരു കാലത്ത് അത് വളരെ ശോഭനമായിട്ട് നിന്നിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ ആ പ്രസക്തി മെല്ലെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടം ആയപ്പോഴേക്കും ഏകദേശം അതിന്റെ ആ ഒരു ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു പ്രസക്തിയും അതിന്റെ ആ ഒരു പ്രാധാന്യതയും ഒക്കെ നഷ്ടപ്പെട്ടു. അതിന്റെ ചുറ്റും അതിന്റെ അടുത്തുള്ള പല പട്ടണങ്ങളും അത് വലുതായിട്ട് വന്നു. ലവോദിക്ക, ഹീറപ്പോളിസ് എന്നൊക്കെ പറയുന്ന ആ പട്ടണങ്ങൾ വലുതായിട്ട് വന്നപ്പോൾ കൊലോസിയയുടെ ആ ഒരു പ്രസക്തി ആ കാലങ്ങളിൽ ചുരുങ്ങുന്നതായിട്ട് അങ്ങനെ ഒരു സമയമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടേക്ക് സുവിശേഷം കടന്നു വന്നത് പൗലോസ് കൊലോസ്യ നേരിട്ട് സന്ദർശിച്ചിട്ടില്ല. അത് നമുക്ക് കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് ദീർഘകാലം താമസിച്ച് പ്രവർത്തിച്ചൊരു മേഖലയാണ് എഫെസോസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫെസോസിൽ പൗലോസ് സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ആരൊക്കെയോ എങ്ങനെയൊക്കെയോ ഈ കൊലോസിയിലേക്ക് സുവിശേഷം എത്തിയതാണ്. അങ്ങനെ എഫെസോസിൽ നിന്നും ചിലർ കടന്നു വന്ന് കൊലോസിയിൽ ഈ സുവിശേഷം പ്രചരിപ്പിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതിന്റെ ആ ഒരു പിതൃസ്ഥാനം കൊലോസിയയിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ ആ ലേഖനത്തിൽ പൗലോസ് തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എപ്പഫ്രാസ് എന്നാണ് അവന്റെ പേര്. എപ്പഫ്രാസ് ആണ് കൊലോസിയിൽ ദൈവവചനം അത് ഇതുപോലെ വിതച്ചതും അത് വളർത്തിക്കൊണ്ട് വന്നതും സുവിശേഷം പ്രചരിപ്പിച്ചതും വളർത്തിയതുമെല്ലാം എപ്പഫ്രാസ് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. കൊലോസിയ ലേഖനത്തില് അത് പൗലോസാണ് അതിന്റെ ലേഖനകർത്താവ്. ഇനി പൗലോസാണ് അത് എഴുതിയതെങ്കിലും പൗലോസ് കാരാഗ്രഹത്തിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കൊലോസിയിലെ സഭയുടെ വിശേഷങ്ങളൊക്കെ ഈ എപ്പഫ്രാസ് എപ്പോഴോ കടന്നു ചെന്ന് പൗലോസിനെ അറിയിച്ചിട്ടുണ്ടാകും. രണ്ട് സാധ്യതകളാണ് അവിടെ പറയുന്നത്. ഒന്നെങ്കിൽ എപ്പഫ്രാസ് പൗലോസിന്റെ ഒപ്പം കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ സഭയെ പറ്റിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പൗലോസിന് എപ്പഫ്രാസ് കൈമാറി കാണും എന്ന് ചിലർ പറയുന്നു. എന്നാൽ ചിലർ പറയുന്നത് അവൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് എപ്പഫ്രാസ് ഇവിടെ നിന്ന് 10,000 മൈൽ അപ്പുറം കടന്നു ചെന്ന് പൗലോസിനെ കണ്ട് സഭയുടെ കാര്യങ്ങളും അവിടുത്തെ ചില പ്രയാസങ്ങളും ഒക്കെ പൗലോസിനെ ധരിപ്പിച്ചതിന്റെ വെളിച്ചത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്ന് പറയുന്നവരും ഉണ്ട്. എന്ത് തന്നെയായാലും എപ്പഫ്രാസ് ആണ് ഈ ഒരു ലേഖനത്തിന്റെ കോട്ട് കൈമാറിയത്. എപ്പഫ്രാസ് ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സഭയിൽ വളർന്നു വന്ന ചില ദുരുപദേശങ്ങളെ അത് പ്രത്യേകമായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതെല്ലാം എപ്പഫ്രാസ് പൗലോസിന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെ ബോധിപ്പിച്ച് അതിനൊരു പ്രതികരണമാം വണ്ണം പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ് ഇത്. ഈ ലേഖനം പൗലോസ് കൊടുത്തു വിട്ടത് ആരാണ് എന്ന്
ആരുടെ കയ്യിലാണ് ഈ ലേഖനം അവൻ കൊടുത്തു വിട്ടത് എന്നുള്ളത് നമുക്ക് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അത് എഴുതിയിട്ടുണ്ട്. ആരുടെ കയ്യിലാണ് ഈ ലേഖനം എഴുതി കൊടുത്തു വിട്ടത് എന്ന്. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ലേഖനം കൊടുക്കുന്നത്. അപ്പോൾ തിഹിക്കോസിന്റെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തു വിട്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നും ഊഹിക്കാവുന്നതാണ്. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതി. അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എപ്പഫ്രാസിൻ്റെതായിരുന്നു. എപ്പഫ്രാസ് ആണ് ആ സഭയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും, കൊലോസ്യ സഭയെ മുന്നോട്ട് നയിക്കുന്ന നേതാവ് എന്നുള്ളത് അത് എപ്പഫ്രാസ് ആണ്. കൊലോസ്യ സഭയെ അവൻ നേരിട്ട് കണ്ടിട്ടില്ല. തിഹിക്കോസിന്റെ കയ്യിൽ ഈ ലേഖനം എഴുതി വിട്ട് ആ സഭയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, അവർക്ക് വേണ്ടുന്ന നല്ല ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. കൊലോസി എന്ന പ്രദേശം ഒരുപാട് ദൈവങ്ങളും ആചാരങ്ങളും തത്വചിന്തകളും എല്ലാം കൂടിക്കലർന്ന ഒരു പ്രദേശമായിരുന്നു കൊലോസ്യ എന്ന് പറയുന്ന ആ ദേശം, ആ കാലഘട്ടം. യഹൂദന്മാരുടെ നിയമങ്ങളുടെ ആ നിയമവാദം, അവരുടെ ന്യായപ്രമാണം, ഇത് ഒരു ഭാഗത്ത് ശക്തിയായിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഗ്രീക്ക് തത്വചിന്തകൾ, ഗ്രീക്ക് തത്വചിന്തകൾ മറുവശത്ത് അത് വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന സമയം, ഓറിയന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കിഴക്ക് നിന്നുള്ള ആ ചിന്താധാരകൾ അതും ഒരു വശത്ത് പ്രബലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കിഴക്ക് അല്ലെങ്കിൽ ഓറിയന്റൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ ബുദ്ധമതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മതങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെ അവർ ഇന്നർ എക്സ്പീരിയൻസസ്, ഇപ്പോൾ ധ്യാനം, അതല്ലെങ്കിൽ സ്വയത്തിലേക്കുള്ള ഉൾക്കാഴ്ചകൾ, ഇങ്ങനെയുള്ള ആ ഒരു ഇന്നർ എക്സ്പീരിയൻസസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ കിഴക്കുള്ള അല്ലെങ്കിൽ അപ്രകാരമുള്ള മിസ്റ്റിസിസം എന്ന് പറയും. ആ ഇന്നർ എക്സ്പീരിയൻസിന് അല്ലെ, ഉള്ളിലെ അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് അത്. അപ്പോ അവിടെ ചിന്തകൾക്കും അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. അപ്പോ ഇങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് യഹൂദന്മാരുടെ അവരുടെ ചിന്താധാരകൾ അവിടെ കിടക്കുന്നു, ഗ്രീക്ക് അവരുടെ തത്വചിന്തകൾ മറുവശത്ത് കിടക്കുന്നു, പിന്നെ കിഴക്ക് അല്ലെങ്കിൽ ഓറിയന്റൽ ആയിട്ടുള്ള ആ സ്വാധീനങ്ങൾ അവിടെ കിടക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഫ്യൂസായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമ്മൾ ഇതിനെ ഈ കൊലോസിയൻ വേദവിപരീതം അല്ലെങ്കിൽ ദുരുപദേശം എന്ന് നമ്മൾ ഈ ഒരു കൂട്ടുകെട്ടിനെ ചിലപ്പോൾ സംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ വിവിധ മതങ്ങൾ, സംസ്കാരങ്ങൾ, തത്വചിന്തകൾ ഇതെല്ലാം കൂടി കലർന്നിട്ട് ഒരു പുതിയൊരു രീതിയിലേക്ക് വരുന്ന ഒരു സമയത്താണ് പൗലോസ് ഇത് എഴുതുന്നത്. ആ കൂടിച്ചേരൽ സഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ചില ദുരുപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതില് യേശുവിനെ പറ്റിയിട്ട് യേശു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർ അംഗീകരിക്കുന്നു. പക്ഷെ അത് പോരാ, ജീസസ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ള ഒരു ചിന്താഗതി ആ സഭയ്ക്കകത്തേക്ക് കയറി വന്നു. ഇനിയും കൂടുതൽ ആഴത്തിലുള്ള വെളിപ്പാടുകൾ ഇനിയും ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കയറി വന്നു. ചില പ്രത്യേക നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ചില ഉപദേശങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് കയറി വന്നു. പ്രപഞ്ച ശക്തികളും മാലാഖമാരും ദൈവത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു എന്നുള്ള ചില ഉപദേശങ്ങൾ സഭയ്ക്കകത്തേക്ക് കയറി വന്നു. ഇപ്രകാരം പല ചിന്താഗതികളും സഭയ്ക്കകത്തേക്ക് കയറി വരുന്നു എന്നുള്ള എപ്പഫ്രാസിന്റെ റിപ്പോർട്ട് അത് പൗലോസ് കൃത്യതയോടെ മനസ്സിലാക്കി. പൗലോസിന് അതിനോടുള്ള പ്രതികരണമായിരുന്നു
ഈ ലേഖനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അവരുടെ പ്രധാനമായിട്ടും ഈ ലേഖനത്തിലൂടെ അവൻ പരിശ്രമിക്കുന്ന കാര്യം സഭയിലെ ദുരുപദേശത്തെ നീക്കിക്കളയുക എന്നുള്ളതാണ് അവൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. അതവൻ നേരിട്ട് അതിനെ ആക്രമിക്കുന്ന രീതിയിലല്ല പൗലോസ് അതിനെ സമീപിക്കും. അവർ ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ച് അതിനെ നേരിടുക എന്നുള്ളതായിരുന്നു പൗലോസ് അതിനെ സമീപിച്ച. അത് എപ്രകാരമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ ലേഖനത്തിലുള്ളത് എന്ന് നമുക്ക് മുന്നോട്ട് കടന്നു ചെല്ലാം. പ്രിയമുള്ളവരെ, ഇത് ഇന്നും പ്രസക്തമായൊരു ചിന്താവിഷയം തന്നെയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, സഭയ്ക്കകത്ത് തന്നെ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മറ്റ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന രീതികൾ ഒക്കെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് മാത്രമല്ല വിഗ്രഹാരാധന. ചില പ്രത്യേക കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത്, ചില പ്രത്യേക അനുഭവങ്ങളുടെ പിന്നാലെ പോകുന്നത്, വിജയത്തിന് വേണ്ടിയിട്ടുള്ള, ധനത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാലാഖമാർക്ക് കൊടുക്കുന്ന പ്രാധാന്യങ്ങൾ, ക്രിസ്തുവല്ലാതെ ആ സ്ഥാനത്ത് മറ്റു കാര്യങ്ങളെ മുൻനിർത്തി അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഇതൊക്കെ ഇന്നും നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലും നമുക്കിത് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. യേശു പോരാ, യേശു ക്രിസ്തു പോരാ, ഇനിയും അധികമായി, അല്ലെ, ജീസസ് പ്ലസ്, ക്രൈസ്റ്റ് പ്ലസ് എന്ന് ആ പ്ലസ് ഇട്ട് എന്തൊക്കെയോ അതിലേക്ക് ചേർക്കാനുള്ള വ്യഗ്രത നമുക്ക് ഇന്നും നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുവാനായിട്ട്. പലപ്പോഴും നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയാൽ ജനം വെളിപ്പാടുകളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് ഒരുപാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ വിട്ടിട്ട് കൂടുതലായുള്ള വെളിപ്പാടുകളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. വചനത്തിലുള്ളത് പോരാ, അതിൽ വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പോരാ, മുന്നിൽ വെളിപ്പെടുത്തി പ്രകൃതിയോടെ വരച്ചു കിട്ടിയ യേശുക്രിസ്തുവിനെ അത് അങ്ങനെ തന്നെ ഗ്രഹിച്ചാൽ പോരാ. ലഭിച്ചിട്ടുള്ളതിനെ വിട്ടിട്ട് ലഭിക്കാത്തതിനെ കൂടുതൽ വെളിപ്പാടുകളുമായിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുകയാണ്, നമുക്ക് രക്ഷിക്കപ്പെടുവാൻ, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് എന്തോ അത് നമുക്ക് ദൈവം ഇതിനോടകം അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അദൃശ്യനായ ദൈവം ദൃശ്യമായി ഈ ഭൂമിയിൽ അവൻ വെളിപ്പെട്ടു വന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് വെളിപ്പെടാനുള്ളത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കൊലോസ്യ സഭയിൽ അവിടേക്ക് കടന്നു വന്ന ഈ ദുരുപദേശങ്ങൾ, ക്രിസ്തു പോരാ, ഇനിയും എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആ രീതികൾ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതേറെ പ്രസക്തമാണ് എന്ന് കൊലോസ്യ ലേഖനത്തിൽ ആ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പൗലോസ് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് തുടർന്ന് കാണാം. അതിൻ്റെ ആദ്യത്തെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കൊലോസ്യ ലേഖനം നോക്കുമ്പോൾ അവിടെ ആകെ 4 അധ്യായങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഈ 4 അധ്യായങ്ങളിലേക്ക് നമുക്ക് ഓടിച്ച് നമുക്ക് കടന്നു ചെല്ലാം. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിന്റെ ഏത് ലേഖനങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ആരംഭമായിട്ടുള്ള ഒരു വന്ദനവും ഒരു നന്ദിയും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്, സഹോദരനായ തീമോഥെയോസ്,
കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും. പൗലോസാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രചയിതാവ്. തീമോത്തിയോസ് പൗലോസിനെ ആ കാര്യത്തിൽ സഹായിച്ചു. രണ്ടുപേരും കൂടെ ചേർന്ന് കൊലോസ്യയിലെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, താൻ നേരിട്ട് നട്ടതല്ലാത്ത ആ ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ വേണ്ടി പൗലോസ് ഇടപെടുന്നത് നമുക്കിവിടെ കാണാം. അവരുടെ സ്നേഹത്തോടെ വിശ്വസ്ത സഹോദരന്മാർ എന്ന് സംബോധന ചെയ്തു, വിശുദ്ധന്മാർ എന്ന് സംബോധിച്ചു. സഹവിശ്വാസികളെ അവൻ ചേർത്ത് നിർത്തി അവർക്ക് എഴുതുന്ന ലേഖനം, പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും. വിശുദ്ധന്മാർ എന്ന് വിളിച്ച്, വിശ്വസസഹങ്ങൾ എന്ന് വിളിച്ച് അവർക്ക് വേണ്ടി പൗലോസ് ആശംസിക്കുന്നത് അവരുടെ ഇടയിൽ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് ആഗ്രഹത്തോടെ അത് ആരംഭിക്കുകയാണ്. സഭയ്ക്കകത്ത് കയറി വന്ന ഉപദേശങ്ങളിലുള്ള വ്യത്യാസങ്ങളുടെ നടുവിൽ, ചില സംഘടനകളുടെ നടുവിൽ, അതിൻ്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇറങ്ങി വരുവാൻ അവൻ പ്രാർത്ഥനയോടെ ആശംസിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയും സമാധാനവുമാണ് പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കും. നാം കൂട്ടങ്ങളായി കൂടി വരുമ്പോൾ നമ്മളുടെ ഇടയിൽ നാമും ഏറെ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്, കൃപയും സമാധാനം. ഇന്ന് നമുക്ക് വ്യക്തിപരമായും നമ്മളുടെ കുടുംബങ്ങളിലും നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ സഭയിലും ആരാധന രീതികളിലും ഒക്കെ കൂടിച്ചേരുകളിലെല്ലാം ഇന്ന് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെ കൃപ അതിന്റെ നടുവിലുണ്ടോ? പലപ്പോഴും നമുക്കത് അഭാവമാണെന്ന് നമുക്ക്. ദൈവിക സമാധാനം അതിന്റെ നടുവിലുണ്ടോ? പലപ്പോഴും നമുക്ക് സഭകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രശ്നങ്ങളും സംഘടനകളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട്. കൃപയും സമാധാനവും രണ്ട് കാര്യങ്ങൾ സഭാമക്കളായ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ്. പൗലോസ് ഇവിടെ അത് ആശംസിച്ചു. സഹോദരങ്ങളുടെ ഇടയിൽ സമാധാനവും കൃപയും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് അവൻ ആഗ്രഹിച്ച് അവൻ അതിനു വേണ്ടിയിട്ട് എഴുതി. തുടർന്ന് നമ്മൾ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്ക് സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസ് കൊലോസ്യ സഭയിലെ വിശ്വാസികളിൽ അവൻ കാണുന്ന, മനസ്സിലാക്കുന്ന 3 കാര്യങ്ങൾ അവൻ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി ആ 3 വാക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് പ്രത്യാശ, മറ്റൊന്ന് വിശ്വാസം, മറ്റൊന്ന് സ്നേഹം. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈ 3 കാര്യങ്ങളുടെ ഒരു ഏകോപനം ഏതൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ ക്രിസ്തീയ സഭകളിൽ, ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ
മൂന്ന് കാര്യങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇത് ക്രിസ്തീയതയുടെ മർമ്മങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കൊലോസ്യ സഭയിൽ അവരിൽ പൗലോസ് എടുത്തു പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം; രണ്ട്, വിശുദ്ധന്മാരോടുള്ള അവരുടെ സ്നേഹം; മൂന്ന്, സ്വർഗത്തിലുള്ള അവരുടെ പ്രത്യാശ. മൂന്ന് കാര്യങ്ങൾ. വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം അവരിലുള്ളത്. രണ്ട്, വിശുദ്ധന്മാരോടുള്ള സ്നേഹം. ആ രക്ഷയിലേക്ക് അവിടെ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ, രൂപാന്തരം, സ്നേഹം അവരുടെ ഇടയിലേക്ക് കടന്നു വരാനായിട്ട്. മൂന്നാമതായി, സ്വർഗത്തിലേക്കുള്ള അവരുടെ പ്രത്യാശ. അപ്രത്യാശയെ മുന്നിൽ കണ്ട് അവർ സ്ഥിരതയോടെ നിൽക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളെയും അവൻ പ്രത്യേകം എടുത്ത് അവൻ പറയുകയാണ്. ആറാമത്തെ വാക്യം ഇങ്ങനെയാണ്: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. പല ദേശങ്ങളിലും വ്യാപിച്ച ആ സുവിശേഷം, ഈ സുവിശേഷം നിങ്ങളുടെ അടുക്കലേക്കും അത് എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സുവിശേഷത്തിന്റെ പ്രത്യേകതയാണത്. അത് എവിടെയൊക്കെ പ്രവേശിക്കുന്നുവോ അവിടെയൊക്കെ അത് ഫലം കായ്ക്കും, അത് വർദ്ധിച്ചു വരും. മറ്റെല്ലാ ദേശങ്ങളിലേക്കും എന്ന പോലെ കൊലോസ്യ സഭയിലേക്കും കൊലോസ്യ ദേശത്തിലേക്കും അവിടെയും സുവിശേഷം അവരുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ അവർ ദൈവകൃപയെ യഥാർത്ഥമായി, ആ ദൈവത്തിന് മനുഷ്യരോടുള്ള ആ ഒരു കൃപയെ പറ്റിയിട്ട് അത് യഥാർത്ഥമായി അവർ കേട്ട നാൾ മുതൽ അവരുടെ ഇടയിൽ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ ഒരു പ്രസക്തി അതാണ്. സുവിശേഷത്തിന്റെ ഒരു എഫക്റ്റ് അതാണ്. എവിടെയൊക്കെ അത് തുളച്ചു ചെല്ലുന്നുവോ, ഏതൊക്കെ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുന്നുവോ, ആ വ്യക്തികളിൽ രൂപാന്തരം സംഭവിക്കുന്നു, ആ ദേശത്തിന് രൂപാന്തരം സംഭവിക്കുന്നു, ആ സമൂഹത്തിന് അത് മാറ്റങ്ങൾ കൊണ്ടുവരും, ഫലം കായ്ക്കുവാനായി തുടങ്ങും. അതുവരെയും ഉണ്ടാകാത്ത ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങും. പുറപ്പെടുവിക്കുക മാത്രമല്ല, വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫലം കായ്ച്ചും വർദ്ധിച്ചും. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. എന്താണ് സുവിശേഷം നമ്മിൽ ചെലുത്തിയ സ്വാധീനം? സുവിശേഷം നമ്മിൽ വരുത്തിയ മാറ്റം എന്താണ്? നമ്മിൽ നിന്നും എന്ത് ഫലമാണ് പുറപ്പെടുവാനായി തുടങ്ങിയത്? എന്ത് ഫലമാണ് നാം കായ്ക്കുന്നത്? എവിടെയാണ് നമ്മുടെ വർദ്ധന? സുവിശേഷം ചെല്ലുമ്പോൾ, സുവിശേഷം കടന്നു വരുമ്പോൾ അതിൽ നിന്നും ഫലം കായ്ക്കും. പ്രിയമുള്ളവരെ, നാം സുവിശേഷത്തിന്റെ സ്വാധീനത്തിലേക്ക് നാം കടന്നു വന്ന ആ നാളുകളുണ്ടാകും. നാം ഒരുപാട് ഫലം കായ്ച്ച നാളുകൾ നമ്മളുടെ മനസ്സിലില്ല. വർധനവ് ഇന്നുണ്ട്. ഇന്ന് നാം ഫലം കായ്ക്കുന്നുണ്ടോ? ഇന്ന് നാം വർദ്ധിക്കുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. സുവിശേഷത്തിന്റെ സ്വാധീനം നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. കൊലോസ്യ ലേഖനത്തിൽ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് അവരെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നമുക്കിവിടെ. അവരിലുള്ള വിശ്വാസം, അവരിലുള്ള പ്രത്യാശ, അവരിലുള്ള ആ സ്നേഹം, സുവിശേഷം കേട്ടറിഞ്ഞ നാൾ മുതൽ അവർ ഫലം കായ്ച്ചു വരുന്നത്
അവർ വർദ്ധിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, പൗലോസ് അത്രത്തോളം അവരെ വിലമതിക്കുന്നു എന്നുള്ളത്, അവരെ അത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത്, ആത്മീയ പിതാവ് എന്ന നിലയിൽ അവരുടെ ആത്മീയ തലത്തെ അവൻ കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കും. അവൻ നേരെ കടന്നു ചെന്ന് അവരുടെ ആ നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തത്. അവൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. അവരിലുള്ള നല്ല കാര്യങ്ങളെ അവൻ എടുത്തു കാണിച്ചു. അവരിലുള്ള നന്മയെ അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ തെറ്റുകളിലേക്ക് മാത്രമാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. പോരായ്മകളിലേക്ക് മാത്രമാണ് നമ്മളുടെ നോട്ടം എത്തുകയുള്ളൂ. എന്നാൽ പൗലോസ് നമുക്കൊരു മാതൃകയാണ്. വിശ്വാസികളുടെ ആ സഭയുടെ നന്മകൾ, അവർ വന്ന വഴികൾ, അവരിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, അവരുടെ നന്മകളും പൗലോസ് നന്നായിട്ട് അവൻ മനസ്സിലാക്കി. എന്നിട്ട് അതെല്ലാം മനസ്സിലാക്കി 7-ാം വാക്യം തുടർന്ന് ഇങ്ങനെയാണ്: ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ, നിങ്ങൾക്ക് ആത്മാവിലാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. പൗലോസ് കൃത്യതപ്പെടുത്തി പറയാണ്. അവരെ പറ്റിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പൗലോസിനെ ധരിപ്പിച്ചത് ആരാണ്? എപ്പഫ്രാസ് ആണ് ഈ കാര്യങ്ങളെല്ലാം. അവർ പഠിച്ചിട്ടുള്ളത് ആരിൽ നിന്നാണ്? എപ്പഫ്രാസിൽ നിന്നാണ് അവൻ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നത് എപ്പഫ്രാസാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷയും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചതും. അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള എല്ലാ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൈമാറിയത് എപ്പഫ്രാസാണ്. തുടർന്ന് നമ്മൾ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പൗലോസിന്റെ കൊലോസ്യ സഭയിലെ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് 9 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. പൗലോസ് ഒരു പ്രാർത്ഥനയാണ്. അവരുടെ ഇടയിൽ സൗഖ്യം നടക്കണം, അവർ സുരക്ഷിതരായിരിക്കണം. ഇതൊന്നുമല്ല പൗലോസിന്റെ പ്രാർത്ഥന. അവർക്ക് ആത്മീയമായ ഒരു പരിജ്ഞാനം അവരിലേക്ക് കടന്നു വരണം. ആത്മീയമായ ഒരു വിവേചനം അവർക്കുണ്ടാകണം. അതിനാൽ അവർ നിറയപ്പെടണം. ദൈവത്തിന്റെ ഹിതം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് ആത്മീയ പിതാവായ പൗലോസിന് അവരെ പറ്റിയിട്ടുള്ള പ്രാർത്ഥന. ഇവിടെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിറഞ്ഞു വരണം. ദൈവത്തിന്റെ ആ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എന്താ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? എന്താ കർത്താവിന്റെ ഇഷ്ടം? എന്താ അത് ആ ബന്ധത്തിൽ നിന്ന് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ.
ആ ബന്ധത്തിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് ഇഷ്ടത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ പറ്റിയിട്ടുള്ള അറിവുകളല്ല, ബന്ധത്തിലുള്ള വളർച്ച, അവന്റെ ഇഷ്ടം മനസ്സിലാക്കുക. ഇതാണ് പൗലോസ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം, ആ പരിജ്ഞാനം, എന്തെല്ലാം കാര്യങ്ങളാണ് അതിലൂടെ സ്വായത്തമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഈ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കിടയിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുക. വോക്ക് വർത്തി ഓഫ്. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ട് നടക്കുക. ദൈവിക പരിജ്ഞാനം നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? യോഗ്യമാവണ്ണം, കർത്താവിന് യോഗ്യമാവണ്ണം നടക്കാനായിട്ട്. കർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞെങ്കിൽ മാത്രമേ, ആ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവന് യോഗ്യമാകുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവം ഇഷ്ടം അറിഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അറിയുന്നതിലൂടെ, ആ പരിജ്ഞാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിന് യോഗ്യമാവണ്ണം നമുക്ക് നടക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവഹിതത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം, 10-ാം വാക്യത്തിൽ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. ഫലം കായ്ക്കുവാനായി സാധിക്കും. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനായി സാധിക്കും. അപ്പോൾ ദൈവിക ജ്ഞാനത്തിൽ നിന്നും, ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫലം കായ്ക്കുവാനായിട്ട്. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരും. അപ്പോൾ ദൈവത്തിന്റെ ആ പരിജ്ഞാനം, ഒന്ന്, അത് നമ്മളെ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുവാൻ സഹായിക്കുന്നു. 2, നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ, ഫലം കായ്ക്കുവാൻ അത് നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് പരിജ്ഞാനം, അത് കൂടുതലായി നമ്മെ ദൈവത്തിന്റെ വഴികളിലേക്ക് നമ്മൾ നടത്തും. അറിവ്, ആ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ആ പരിജ്ഞാനം വർദ്ധിക്കും. അപ്പൊ ദൈവഹിതത്തിന്റെ പരിജ്ഞാനം, അത് പരിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്ക് അത് സഹായകമാണ്. അപ്പോൾ ആ ദൈവഹിതത്തിന്റെ അത് അങ്ങനെ തന്നെ നിൽക്കുകയല്ല, കൂടുതലായി അത് വർദ്ധിക്കും. ദൈവത്തിന്റെ വഴികൾ കൂടുതലായി നമുക്ക് മനസ്സിലാക്കുവാനായി, ദൈവ വഴിയിൽ കൂടുതലായി അത് നമ്മളെ നടത്തുന്നു എന്ന് നമുക്ക്. നാലാമതായിട്ട് ദൈവിക പരിജ്ഞാനം, ദൈവഹിതത്തിന്റെ പരിജ്ഞാനം, അത് നമ്മളെ സഹായിക്കുന്നു. അത് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്നുള്ളത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാക്കും എന്ന് നമുക്ക് കാണാം. നമ്മളതിന്റെ 13-ാം വാക്യത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അത് നമ്മളെ സന്തോഷമുള്ളവരാണ്. സന്തോഷത്തോടെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ, ബലപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്നു എന്ന്. അപ്പോൾ
നമ്മൾ കൂടുതലായി നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ഫലം നമ്മിൽ കൂടുതലായി നമ്മിൽ നിന്ന് പുറത്തു, കൂടുതലായി നമ്മൾ ദൈവത്തെ അറിയുവാനായിട്ട്. അപ്പോൾ ഇവിടെ കൊലോസ്യ സഭയിലെ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ്, അവർ ദൈവത്തിന്റെ ഹിതത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് അവർ കൂടുതലായി വളരണം എന്നുള്ളത് പൗലോസ് അവരെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്ന. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു. പൗലോസ് ആ വിശ്വാസികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ളതാണ്. അവർക്ക് ഇന്ന കാര്യം, ഇന്ന സൗഖ്യം നടക്കണമെന്നോ, ഇന്നൊരു കാര്യം അവരുടെ ഇടയിൽ അവർക്ക് ഇന്ന വിജയം ഉണ്ടാകണം, ഇതൊന്നും അല്ല പൗലോസിന്റെ പ്രാർത്ഥന. അവൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് സ്വർഗീയമായ ആത്മീയമായ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് പൗലോസ് അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത്. വീണ്ടും നമ്മൾ 14 വാക്യം വരെ നമ്മൾ ഇപ്രകാരം അവരുടെ വളർച്ചയ്ക്കായിട്ടുള്ള പൗലോസിന്റെ ഒരു കാംക്ഷയും പ്രാർത്ഥനയുമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ 15 വാക്യം മുതൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൽ നിന്നുമുള്ള ചില പൊതുവായ ചിന്തകൾ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. 15 വാക്യം മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു എത്രത്തോളം ഉന്നതനാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. അതിനേക്കാൾ അധികമായി അവരിലുള്ള കൊലോസ്യ സഭയിലുള്ള അവരുടെ ആ കാര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം പൗലോസ് ഇവിടെ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്നുള്ളത് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് പൗലോസ് എടുക്കുന്ന. അവൻ മതിയായവനാണ് എന്നുള്ളതാണ് പൗലോസിന്റെ പ്രഖ്യാപനം. ക്രിസ്തു പോരാ, അത് പൂർണ്ണമല്ല എന്ന് സഭയിൽ ഉപദേശം കടന്നു വന്നപ്പോൾ പൗലോസ് അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇതാണ്: ക്രിസ്തു മതിയായവനാണ്. ക്രൈസ്റ്റ് ഈസ് ഇനഫ്. ഇതാണ് കൊലോസ്യ ലേഖനത്തിന്റെ സന്ദേശം. അപ്പോൾ എന്താണ് ക്രിസ്തുവിനെ പറ്റിയിട്ട് പൗലോസ് അവൻ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകും. അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ക്രിസ്തുവാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ സൃഷ്ടിയുടെ മേലുള്ള അവന്റെ പരമോന്നതാധികാരം ഇവിടെ പൗലോസ് എടുത്തു കാണിക്കുകയാണ്. സകലവും അവൻ മുഖാന്തരമാണ് ഉളവായത്. സകലവും അവനാലാണ്. സകലവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ആദ്യജാതൻ എന്നുള്ള ആ പദം ഉപയോഗിച്ചിട്ടുള്ളത് അവന്റെ സൃഷ്ടിയുടെ മേലുള്ള അവന്റെ പരമോന്നതാധികാരം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടിയുടെ മേലുള്ള അവന്റെ അധികാരം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്.
അവന്റെ പൊസിഷൻ അത്രത്തോളം ഉന്നതമാണെന്ന് കാണിക്കുന്നതിനാണ്. പ്രിയമുള്ളവരെ, അവൻ അത്രത്തോളം വലിയതാണ്. ക്രിസ്തു അത്രത്തോളം ഉന്നതനാണ്. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ രോഗിയെ സൗഖ്യമാക്കുന്ന അതേ കരം കൊണ്ട് തന്നെയാണ് അവൻ പ്രപഞ്ചത്തെയും നിലനിർത്തുന്നത്. കരയുന്നവരെ തലോടി ആ കരം കൊണ്ട് തന്നെയാണ് അവൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കി. ക്രിസ്തു അത്രത്തോളം ഉന്നതനാണ്, അത്രത്തോളം അധികാരമുള്ളവനാണ്. സകലത്തെയും സൃഷ്ടിച്ചവൻ അവനാണ്. സകലവും അവൻ മുഖാന്തരമാണ് ഉണ്ടായിട്ടുള്ളത്. സകലവും അവന് വേണ്ടിയിട്ടുള്ളതാണ്. അവൻ അതിന്റെ ഭാഗമാണ്, സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് ക്രിസ്തു എന്നുള്ളത് പൗലോസ് ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അധികാരം അവന്റെ കയ്യിലാണ്. എല്ലാത്തിൻ്റെയും താക്കോൽ അവന്റെ കയ്യിലാണ്. ഓണർഷിപ്പ് ക്രിസ്തുവിന്റെ കയ്യിലാണ്. അവൻ അദർശനായ ദൈവത്തിന്റെ ദൃശ്യമായതാണ് ക്രിസ്തു. ആകയാൽ സഭയിലെ വിശ്വാസികൾക്ക് അവൻ ഉറപ്പിച്ച് പറയുകയാണ്, ക്രിസ്തു ഉന്നതനാണ്, അവനാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് എല്ലാറ്റിനും അധികാരമുള്ളവൻ, അവനാണ് സകലത്തെയും. പ്രിയമുള്ളവരെ, നമുക്ക് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിലേക്ക് നമുക്ക് പിന്നാലെ കടന്നു വരാം. ഇന്ന് നമ്മൾ ചിന്തിച്ചു, നമ്മളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ക്രിസ്തു പോരാ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇനിയും എന്തൊക്കെയോ വെളിപ്പെടുവാനുണ്ട്, ഇനിയും എന്തൊക്കെയോ വെളിപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. ഇത് പോരാ, ഇത് പോരാ, കിട്ടിയത് പോരാ, വെളിപ്പെടുത്തപ്പെട്ടത് പോരാ, ക്രിസ്തു പോരാ എന്ന് നമുക്ക് തോന്നി. എന്നാൽ വചനം അവനെ വെളിപ്പെടുത്തും. ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തും. ഓൾറെഡി ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇതിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. തന്നിട്ടുള്ളതിലേക്ക് നമ്മൾ നോക്കാതെ ഇനിയും വെളിപ്പാടുകളുടെ പിന്നാലെ പോയാൽ അത് നമ്മളുടെ അടിസ്ഥാനത്തിൽ നിന്നും മാറിപ്പോകുവാനായിട്ട്. ആകയാൽ പ്രിയമുള്ളത്, നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിട്ടുള്ളതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേക്ക് നമുക്ക് കടന്നു, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് അതിനനുസരിച്ച് സമർപ്പിക്കാം. സുവിശേഷത്തിന്റെ സ്വാധീനം ഇന്ന് നമ്മിൽ എത്രത്തോളം? എന്താണ് നാം കായ്ക്കുന്ന ഫലം? എന്താണ്? എന്തിലാണ് നാം വർദ്ധിച്ചു വരുന്നത്? ദൈവീക പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് അവനോട് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. നമ്മുടെ കണ്ണുകളെ കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ട വചനം പോലെ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് ഉത്ബോധിപ്പിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയവനായി നിൽക്കണം, നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ കാതലാകണം, നിന്റെ സുവിശേഷത്തിന്റെ സ്വാധീനം ഞങ്ങളിൽ പ്രതിഫലിക്കണം, അതിൽ നിന്ന് ഫലങ്ങൾ കായ്ക്കപ്പെടണം, അത് ഞങ്ങളിൽ വളരണം, വർദ്ധിക്കണം. കർത്താവേ, ഈ നാളുകളിൽ കർത്താവേ, ആ ഒരു വർധനവ് നീ ഞങ്ങൾക്ക് നൽകണം.
കർത്താവെ, കൂടുതൽ ഫലം കായ്ക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും ഞങ്ങൾക്ക് ഈ നാളുകളിൽ വർദ്ധിച്ചു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്നേഹത്തിൽ നീ ഞങ്ങളെ വളർത്തണം. ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിൽ നീ ഞങ്ങളെ വളർത്തണം. കർത്താവെ, സ്വർഗീയമായതിൽ പ്രത്യാശ വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കും. അത് ഞങ്ങളുടെ ഉള്ളിൽ എരിയട്ടെ. സുവിശേഷം ഞങ്ങളുടെ ഉള്ളിൽ കാക്കട്ടെ. അതിൽ ഞങ്ങളെ നേരായ വഴികളിൽ ഞങ്ങളെ നടത്തട്ടെ. കർത്താവെ, തെറ്റിപ്പോകുവാൻ ഇടവരല്ലേ. അനേകം ചിന്തകളും തത്വചിന്തകളും അനേകം ദൈവമേ എല്ലാം ഞങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ ഞങ്ങൾക്ക് നിന്റെ വചനത്തിൽ ദൈവമേ ഈ സുവിശേഷത്തിൽ ഞങ്ങൾക്ക് മുറുകെ പിടിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിന്റെ പരിജ്ഞാനം, നിന്റെ ഹിതത്തിന്റെ പരിജ്ഞാനം അതിൽ വളരുവാൻ ഞങ്ങൾ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നടത്തണം, സഹായിക്കണം. ഇതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ.